പൗർണമി, നമ്മുടെ നാട്ടിലെ മയക്കുമരുന്നിന്റെ ഉപയോഗിക്കുന്ന എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അത് LSD സ്റ്റാമ്പായിട്ടും MDMA ആയിട്ടും ഹാഷിഷ് ഓയിലൊക്കെ ആയിട്ടും ഈ പറഞ്ഞ കൊക്കൈനൊക്കെ ആയിട്ടും ഇഷ്ടം പോലെ മയക്കുമരുന്നുണ്ട്. അത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുക? ഡയറക്റ്റ് ആമസോണോ ഫ്ലിപ്കാർട്ട് വഴി നടക്കത്തില്ലല്ലോ. പിന്നുള്ള ഡാർക്ക് വെബ്സൈറ്റുകൾ, നമ്മൾ എനിക്ക് തോന്നുന്നു എമ്പുരാൻ എന്ന സിനിമയിലാണ് ഡാർക്ക് സൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സൈറ്റ് ഡാർക്ക് സൈറ്റുകളിൽ ഇഷ്ടം പോലെ. അതിന്റെ ഒരു തമ്പുരാനല്ല, അവനെ തമ്പുരാൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്ത് തോന്നിയാവസ്ഥന്റെ തലപ്പത്ത്, അത് തട്ടിപ്പായാലും വെട്ടിപ്പായാലും പെണ്ണുപിടിയായാലും പെൺമാണിപ്പായാലും അതിൻ്റെയൊക്കെ അങ്ങ് മുകളിലിരിക്കുന്നവൻ ഉറപ്പായിട്ടൊരു മലയാളിയായിരിക്കും. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി കാണും. ചന്ദ്രന് ചെന്നാലും ചായക്കടയിട്ട് അവിടെ മലയാളി കാണുമെന്ന് പറയുന്നത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് മൂവാറ്റുപുഴക്കാരൻ എഡിസൺ. ഡാർക്ക് വെബ്സൈറ്റ് കെറ്റാമലോൺ എന്ന് പറഞ്ഞ ഡാർക്ക് വെബ്സൈറ്റിന്റെ ഓണർ, അതായത് ലോക ശൃംഖല ഒന്നാകെ ഇഷ്ടം പോലെ പാക്കറ്റ് കണക്കിന് രാസലഹരി വിൽപ്പന നടത്തിയ കുപ്രസിദ്ധ കുറ്റവാളി പിടിയിലായിരിക്കുന്നു. നമ്മുടെ നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ അന്വേഷണത്തിലാണ് അവർ ആ ഡാർക്ക് വെബ്സൈറ്റിനെ തകർത്ത് കളഞ്ഞു. എന്തായാലും അവരുടെ എഫിഷ്യൻസി നമുക്ക് ഹാറ്റ്സ് ഓഫ് അല്ലേ. അതായത് ഒരു 6 മാസമായിട്ട് ഇവന്റെ പുറകെയായിരുന്നു മൂവാറ്റുപുഴക്കാരനായ എഡിസൺ. 6 months എടുത്തിട്ടാണെങ്കിലും അവരെ വീക്ഷിച്ചു. അതായത് ഇവൻ ഒരു സംശയം തോന്നാത്ത തരത്തിൽ അവൻ പുറകെ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് അവന്റെ പേരിൽ ഒരു കൊറിയർ വരുന്നത്. കൊറിയർ വന്നതോടുകൂടി ഇവന്റെ അഡ്രസ്സിൽ വന്നു. അത് ബിനാമി അഡ്രസ്സിനാണ് വരുന്നത്. അവനും അവന്റെ കൂട്ടുകാരനും കൂടാണ് അതെല്ലാം മേടിക്കുന്നത്. ഒരു 2-2.5 വർഷമായുള്ള ഇവന് തുടങ്ങിയിട്ട്. നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല മിടുക്കൻ ചുറുചുറുക്കുള്ളവൻ. ഈ പറയുന്ന പോലെ സാധാരണ ഒരു വീടൊക്കെ കാണണം, പെയിന്റ് പോലും അടിക്കാത്തൊരു വീടൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ബിരുദധാരി, ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, പുനെയിലോ എവിടേക്കോ വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് പുള്ളിക്കാരൻ നാട്ടിൽ സെറ്റിൽ ആവുന്നത്. അപ്പോൾ ജനങ്ങളെ, നാട്ടിലുള്ളവർ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുണ്ട്, എഞ്ചിനീയർ ആണ്, നല്ല പയ്യനാണ്, ഒരു വിഷയമില്ല. പക്ഷെ ഇവൻ പോലും വിചാരിച്ചില്ല ഇവനെ പിടിക്കപ്പെടുമെന്ന്. വീട്ടിലെ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവൻ അറിയുന്നത് ഇത്ര വലിയ ഒരു വല തനിക്ക് വേണ്ടി വിരിച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. എന്താണേലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആള് പിടിയിലായിട്ടുണ്ട്. പക്ഷെ ശരിക്കും അപ്പോഴും നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മൂവാറ്റുപുഴ പോലെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും സമീപത്തുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയും എല്ലാം അറിയുന്നത് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്നുകളെ പറ്റി, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇത് മാറാൻ വേണ്ടിയുള്ള ചികിത്സ. നമ്മൾ സിനിമാ മേഖല എന്ന് എടുത്തെടുത്ത് പറയുന്നത് അതിൻ്റെ കാര്യം മാത്രമേ പുറത്ത് വലിയ രീതിയിൽ ഘോഷിച്ചുകൊണ്ടൊരു വാർത്തയായിട്ട് വന്നിട്ടുള്ളൂ. മറ്റുള്ളിടത്തെ എല്ലാം ഇത് നടക്കുന്നുണ്ട് എങ്കിലും അതങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷെ എങ്കിലും ഈ പറയുന്നവർക്കടക്കമുള്ള എല്ലാവർക്കും അറിയാം ഇത് എല്ലാ മേഖലയിലും ഒരു പ്രായം കഴിഞ്ഞാൽ ഉള്ള, ഈവൻ സ്കൂൾ കുട്ടികൾക്ക് പോലും ലഭ്യമാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇത്ര വലിയ ഭവിഷ്യത്ത് വരുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നാടിനെ, അല്ലെങ്കിൽ ആ ഒരു ശൃംഖല ഇത്രയും രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ശരിക്കും ഞെട്ടലാണ്. കാരണം പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പലരും ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ട് അവർ ആ ഒരു സമയത്ത് കടന്നുപോയ അവസ്ഥ, ഇത് റിക്കവർ ആവുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അടക്കം തുറന്നു പറയാൻ തയ്യാറായി പലരും മുന്നോട്ട് വരുമ്പോൾ പോലും വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളെ ഈ ഒരു കെണിയിലേക്ക് പെടുത്താൻ വേണ്ടി ആളുകൾ കച്ചകെട്ടിയിരിക്കുന്നു എന്നറിയുമ്പോൾ ശരിക്കും ഞെട്ടൽ മാത്രമല്ല, ഏറെ വിഷമമുണ്ട്. കാരണം നമ്മുടെ ഒരു നാട്ടിലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ഈ വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ ഇതിൻ്റെ എല്ലാം അകത്ത് പെട്ടുപോകുന്നത്. ഒരു IT എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ഈ ബുദ്ധി, ഈ ഡാർക്ക് വെബ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഈ ബുദ്ധി ഉണ്ട്, അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ശരിക്കും എവിടെ എത്താമായിരുന്നു ഈ എഡിസൺ, അല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം ഇത് ഏറ്റവും വലിയ, നമ്മുടെ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരിക്കലും പറഞ്ഞ പോലെ, ഞാൻ ഒരിക്കലും ചെയ്യില്ല ബിസിനസ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ബിക്കോസ് അത് എന്തുകൊണ്ടാണ്, അത് നമ്മുടെ ഒരു തലമുറകളോളം നശിപ്പിക്കുന്ന ഒരു മരുന്നാണ്, ഒരു ഡ്രഗാണ്. അത് അതിൻ്റെ തന്നെ ഇരകളായവർ പറയുന്നുണ്ട് ഇതിൽ നിന്നൊരു മോചനമില്ല. സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ടിൽ ദ എൻഡ് ഓഫ് അവർ ലൈഫ് അതിന്റെ ഒരു അംശങ്ങൾ നമ്മളിലുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ആ ഒരു അഡിക്ഷനിലേക്ക് തിരികെ പോകാം. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയൊക്കെ ഇപ്പോഴും റീഹാബിലാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ പുതിയ അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ ആണെന്ന് പറയുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ചാഞ്ഞു. അദ്ദേഹം ഒരിക്കൽ റീഹാബ് ചെയ്ത് മാറിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് പിന്നീട് അതിലേക്ക് തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന് അഡിക്റ്റായ എല്ലാ ആൾക്കാരും. അത് വലിയവരെന്നില്ല, ചെറിയ കുട്ടികളെന്നില്ല. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും. ചോദ്യം ചെയ്തതിന് അമ്മയെ തല്ലിക്കൊല്ലുക, ചുറ്റുകൊണ്ട് അടിച്ചു കൊല്ലുക, അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുക, അതോടൊപ്പം തന്നെ അച്ഛൻ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ തലക്കടിച്ചു കൊല്ലുക, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഇട്ടിട്ട് അപ്പം തന്നെ കുഴിച്ചു വിടുക. ഇതൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർ ചെയ്യും. നോർമലല്ല, അവര് ബൈ ബർത്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ മാനസിക രോഗികളല്ല. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇതുപോലുള്ള
മരുന്നുകളാണ്. അവരുടെ സിരകളിൽ ഓടുന്നത് ഈ ഡാർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു, ഇതുപോലുള്ള വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു, ഇതൊന്നും കടയിൽ വാങ്ങാൻ കിട്ടില്ല നമുക്കറിയാല്ലേ പൗർണമി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള, കാരണം ഇപ്പോ ഈ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു 24-25 ഈ വർഷം തന്നെയും നമ്മുടെ നാർക്കോട്ടിക്സ് ബ്യൂറോ ഭയങ്കര കീനായിട്ട് എല്ലാവരെയും പിടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി സ്കൂളുകളിലാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ക്ലാസ് എടുക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് അവർ ക്ലാസ്സുകൾ വരെ എടുത്തു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിലേക്ക് പോകരുത്, കാരണം അവബോധം ആവശ്യമാണ്. നമ്മൾ എത്ര തല്ലി ചതച്ച് മാറ്റുന്ന ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. പകരം ഈ ഉപദേശവും അതോടൊപ്പം സ്നേഹം ചൊരിഞ്ഞു നൽകുന്ന ഉപദേശങ്ങളും മാത്രമേ അവർ അനുസരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സുകളാണ് മിക്ക സ്കൂളുകളിലും ഓരോ മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ഒരിക്കലോ ഒക്കെ ഈ നാർക്കോട്ടിക്സിൽ നിന്ന് ഒന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ് ഇത് പിന്നെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ സിനിമാ നടന്മാർ കഴിഞ്ഞു, അവരങ്ങ് പോയി. പക്ഷെ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ചാക്കോച്ചിലും ഒക്കെ കഴിഞ്ഞാലും അതുപോലുള്ള ഒരു അടുത്ത ജനറേഷനും വേണ്ടേ? അല്ലെങ്കിൽ അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചാൽ ഒരിക്കലും മരണം ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടനും നമ്മുടെ മമ്മൂക്കയൊക്കെ അനശ്വരന്മാരായിട്ട് ഇരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ദ റിയാലിറ്റീസ് അവരൊരിക്കൽ പോകും. അപ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കാണാൻ സിനിമകൾ വേണ്ടേ? അടുത്ത തലമുറയ്ക്ക് ഡോക്ടർമാർ വേണ്ടേ? അടുത്ത തലമുറയ്ക്ക് എഞ്ചിനീയർമാരും പണിക്കാരും സമൂഹവും സാമൂഹ്യ വിദഗ്ധരും പൊളിറ്റീഷ്യൻസും ഒക്കെ വേണ്ടേ? തീർച്ചയായും ഇപ്പൊ ഈ ശാരിക പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഈ അടുത്ത തലമുറയ്ക്കും ഡോക്ടർ വേണ്ടേ? ഈ പറയുന്നവരിൽ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നവരിൽ ഇവർ പോലും പല വെളിപ്പെടുത്തലുകൾ ഇതിന് മുൻപ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഈ മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സിന്റെ പേഷ്യൻസ് ആവുന്ന ആ പേഷ്യൻസിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രീതി, അല്ലെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാവുന്ന തരത്തിലായിരിക്കത്തില്ല. നാളെ നമ്മളും എന്തെങ്കിലും അസുഖമായിട്ട് ആശുപത്രിയിൽ സമീപിക്കുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഏത് വിധേന ഏത് മൂഡിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ അവർ ചികിത്സിക്കുമ്പോൾ അത് ശരിയായ ചികിത്സയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോഴും ഇത്രയും പദ്ധതികളെല്ലാം നടന്നിട്ടും, അല്ലെങ്കിൽ ഇതിന് ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടും കുഞ്ഞുങ്ങളോട് ഇപ്പൊ ശാരിക പറഞ്ഞ പോലെ സ്കൂളുകളിൽ പണ്ടൊന്നും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലായിരുന്നു. സ്കൂളുകളിൽ വന്ന് പറയണം, കാരണം ഒരു പ്രായം കഴിഞ്ഞ് ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വിവരമായവർക്ക് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെ പിന്മാറാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ കൊച്ചു കുട്ടികളെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോലും ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നാളെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവും? ശാരിക ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടെന്നുള്ളത് സത്യം. അങ്ങനെ പോകുന്ന അതൊരു ശരിക്കും ഒരു പോസിറ്റീവ് സൈഡാണ്. ആ മലയാളികളുടെ കഴിവ് അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും കഴിവുകളും എല്ലാ മലയാളികൾക്കും ഉണ്ട്. പക്ഷെ അതിനെ മോശം രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സഹജീവികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നത് ഇവരുടെ മാത്രമല്ല, ആ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജീവിതവും ഭാവിയുമാണ്. അല്ലെ? തീർച്ചയായിട്ടും. ഈ നമ്മുടെ മൂവാറ്റുപുഴക്കാരന്റെ എഡിസന്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് നല്ല വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിവുണ്ടാവില്ല. കാരണം കൊറിയറുകൾ വരുന്നു, അദ്ദേഹത്തിന്റെ റൂമിൽ ഇതെല്ലാം അടുക്കി കെട്ടി വെക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലമാണ്. എത്ര MNCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കുറച്ച് നെറ്റൊക്കെ അറിയെങ്കിൽ ആദ്യം തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണ്. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കും. അപ്പോൾ സ്ഥിരം പണ്ടൊക്കെ ഏതായാലും നോക്കിയാലും മുറി കയറി കമ്പ്യൂട്ടർ മുമ്പിൽ ഫോൺ മുമ്പിൽ നിന്ന് വഴക്ക് പറഞ്ഞിരുന്ന പാരന്റ്സ് ഇന്ന് പതുക്കെ അത് മാറ്റിയിരിക്കുന്നു. കാരണം ഇന്ന് പാരന്റ്സിനെ കൂടെ അപ്പോൾ റീലെടുത്ത് നിങ്ങളെ കൂടെ കഴിയുമ്പോൾ അവർക്ക് വിശ്വാസമായി, എൻ്റെ മകൻ പൈസ ഉണ്ടാക്കാനല്ല, എൻ്റെ മകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും പക്ഷെ അവർ കൂടെ ഒരുക്കി കൊടുക്കും. മാത്രമല്ല കുട്ടികൾക്ക് സ്വയം പര്യാപ്ത ആകാൻ തുടങ്ങി. അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുകയും അതോടൊപ്പം അവർക്കത് കൂടുതൽ അവരിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഈ എഡിസനെ പോലുള്ള ആൾക്കാരെ, പ്രത്യേകിച്ചും IT എഞ്ചിനീയറും കൂടാണ്, പുള്ളി എഞ്ചിനീയറും കൂടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം റൂമിൽ ഇരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല അതിനെക്കുറിച്ച് അധികാരമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതിന്റെ കോടികൾ വിലയുള്ള ഇത് മരുന്നുകളാണ്, രാസലഹരിയാണ് പിടിച്ചത്. അതുകൂടാതെ 10 ലക്ഷത്തിന് മേളിൽ വില വരുന്ന ക്രിപ്റ്റോ കറൻസിയും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് ഇതിപ്പോൾ ഡാർക്ക് വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡാർക്ക് വെബ്സൈറ്റിൽ പണം മുടക്കി പഠിച്ചെടുത്തു. ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നതൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ പയ്യെ വിശ്വാസം നേടിയെടുത്തു. അദ്ദേഹത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സിന്റെ ഇടയിലുള്ള, അല്ലെങ്കിൽ ഈ ഇവർക്കൊരു പേര് പറയുമല്ലോ, ആ സെല്ലേഴ്സിന്റെ ഇടയിലുള്ള ഒരു വിശ്വാസ്യതയായിരുന്നു അദ്ദേഹം മുതലെടുത്തത്. അതുകൊണ്ട് തന്നെ UK-യിൽ നിന്ന്, US-ൽ നിന്ന്, അതോടൊപ്പം ഗൾഫ് നാടുകൾ, അങ്ങനെ എല്ലായിടത്തും ഇദ്ദേഹത്തിൽ നിന്നാണ് ഈ സംഭവം കൊടുത്തുകൊണ്ടുകൊണ്ടിരുന്നത്. ഓൾ വേൾഡ് അദ്ദേഹം ശൃംഖല വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ ചെലന്തി വല നെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ NCB ഇത് തകർത്തെറിഞ്ഞ് ദൂരെ എറിഞ്ഞത്. കാരണം ഇതൊരു ലോകനാശത്തിനുള്ള കാര്യങ്ങളാണ് ഈ വിപത്തുകൾ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത്. അതും മാരകമായിട്ടുള്ള, അതായത് UK സിന്തറ്റിക് ലഹരിയുടെ മാരക വേർഷനാണ് ഇദ്ദേഹത്തിന്റെ കൊക്കാമെലോൺ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്, കെറ്റാമെലോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ അദ്ദേഹം പുറത്തിറക്കിയത്.
അല്ലെങ്കിൽ അദ്ദേഹം വിറ്റുകൊണ്ടിരുന്നത്. സോ ഇതിന്റെ ഒരു ഏജന്റിനേക്കാൾ കൂടുതൽ അടുത്ത രാജാവായിട്ട് അദ്ദേഹം വാഴുകയായിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. സോ എന്ത് തന്നെയാലും ഇത് പിടിക്കും. ഇനി ഇതിന്റെ പേരിൽ അടുത്ത തന്നെ അദ്ദേഹത്തിന് പിന്നെ കണ്ണിയിലുണ്ടായിരുന്ന ഒരാളെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലേഡിയും അതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായേക്കാം. ഇപ്പോൾ പൗർണമി സൂചിപ്പിച്ച പോലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും കാണും. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഇതിൽ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പോലും അറിയാതെ അതാണ് മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടല്ല, തന്റെ പ്രജ്ഞ നഷ്ടപ്പെട്ടാണ് പലതും സംഭവിക്കുന്നത്. ഈ മയക്കുമരുന്ന് നമ്മളൊരു ഹാലൂസേഷനിൽ എത്തിക്കും. അപ്പൊ കൂടിയായിട്ടാണെങ്കിൽ പറയുകയും വേണ്ട, പുറമേ നോക്കിയാൽ ബോധമുണ്ട് എന്നാൽ അകത്ത് ബോധമില്ല, ആ ഒരു അവസ്ഥ. സോ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കുന്ന യുവതലമുറയെ വരും തലമുറയ്ക്ക് കൂടെ പാപക്കറ ഇട്ട് കൊടുക്കുന്ന, അവരെ ക്രിമിനലുകളാക്കി മാറ്റാൻ ശേഷിയുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ ശൃംഖലയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇനിയും ഡോക്യുമെന്ററികൾക്ക് വേണ്ടി ഇനിയും ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടേക്കാം. ഇതിന്റെ പിന്നിലും ഇനി മലയാളികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ലോക മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് ഒരു വലിയ നാണക്കേടായി പോയി. എന്ത് തന്നെ ഇതൊരു അഭിമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത്. ഇദ്ദേഹം വല്ല നാസയിലോ അല്ലെങ്കിൽ ISROയിലൊക്കെ ഉപയോഗിച്ചതിൽ കുറെ കൂടെ നല്ലതാകുമായിരുന്നു. എന്തെങ്കിലും റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ ഉപകരിച്ചേനെ. അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എന്തിനാ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഒരു ലജ്ജ തോന്നുകയാണ് അറിയാതെ.